പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 വർഷ ഡിഗ്രി കോഴ്സിന്റെ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഓരോ കാര്യങ്ങളിലേക്ക് കടക്കാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, എഡിറ്റിംഗ് സൗകര്യം ഇപ്പോൾ ലഭ്യമാണ്. 18/6/2025 3 PM വരെയാണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ 3 മണിക്ക് എഡിറ്റിംഗ് ക്ലോസ് ചെയ്യും. അതുവരെയാണ് വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അപേക്ഷിച്ച എല്ലാവർക്കും എല്ലാവിധ എഡിറ്റിംഗ് പോസിബിൾ ആണ്. അപേക്ഷ എല്ലാവർക്കും പോസിബിൾ ആണ്. അലോട്ട്മെന്റ് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും ഒക്കെ എഡിറ്റിംഗ് പോസിബിൾ ആണ്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നെയിം, നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ +2 രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചേഞ്ച് വരുത്താനുള്ള അവസരം ഇതിൽ ലഭ്യമാണ്. ഓക്കെ, ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പുതിയ കോളേജ് ഓപ്ഷൻ കൊടുക്കാം, നിലവിലുള്ള ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാം, നിലവിൽ കൊടുത്ത ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റു യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉള്ള റാങ്ക് ലിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോട്ട്മെന്റിൽ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അല്ലെങ്കിൽ ഓരോ കോളേജിലും എത്രയാണ് ഇപ്പോൾ കൊടുത്ത അലോട്ട്മെന്റ് കൊടുത്ത ഇവരുടെ ഹൈയസ്റ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് ഇൻഡെക്സ് മാർക്ക്, അങ്ങനെ ഒരു കാര്യം ഇതുവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യാറില്ല. ട്രയൽ അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ടും ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ടൊന്നും പബ്ലിഷ് ചെയ്യാറില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ ഇപ്പോൾ സാധ്യമല്ല. അത് 3rd അലോട്ട്മെന്റിന് ശേഷമാണ് അത് പോസിബിൾ ആകുക. അതിനൊരു സമയം യൂണിവേഴ്സിറ്റി അനുവദിച്ചു തരും. ഇനി അതുപോലെ തന്നെ അഡ്മിഷൻ അണ്ടർ PWD, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, മാനേജ്മെന്റ് കോട്ട, ഇതിനൊക്കെ അഡ്മിഷൻ ആഫ്റ്റർ 2nd അലോട്ട്മെന്റിന് ശേഷമാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള അഡ്മിഷൻ നടപടികൾ നടക്കാം. ഓക്കെ, ആ സമയമാകുമ്പോൾ അത് നമ്മൾ വിശദമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ട്രയൽ അലോട്ട്മെന്റിൽ എനിക്ക് ഈ കോളേജ് കിട്ടി, അതുകൊണ്ട് അടുത്ത അലോട്ട്മെന്റിൽ ഈ കോളേജ് ഷുവർ അല്ലേ? ഒരിക്കലും നമുക്കത് ഉറപ്പ് തരാൻ സാധ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഒരു വിദ്യാർത്ഥി പറഞ്ഞാൽ എനിക്കിപ്പോ 5ാമത്തെ ഓപ്ഷൻ കിട്ടി, ഞാൻ അതിൽ തൃപ്തികര, അടുത്തതിൽ എനിക്ക് അത് ഉറപ്പാവുമെന്ന്. അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്ന അതന്നെ മതി എന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഓപ്ഷൻ ആക്കുക. നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻ അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് തരിക. നിങ്ങൾ 1ാമത്തെ ഓപ്ഷൻ ഒരു കോളേജ് കൊടുത്താൽ അതിനർത്ഥം നിങ്ങൾക്ക് 1ാമതായി വേണ്ട കോളേജ് ഇതാണ് എന്നുള്ളതാണ്. ഓക്കെ, ചില വിദ്യാർത്ഥികളുടെ ഒരു തോന്നലുണ്ട്, എനിക്കിപ്പോ 7ാമത്തെ ഓപ്ഷൻ കിട്ടി, അതുകൊണ്ട് എനിക്ക് അതെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എഡിറ്റ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അത് അവിടെ ഉണ്ട്, അത് നഷ്ടപ്പെട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതാണോ 1ാമത് വേണ്ടത് അതാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏത് കോളേജ് ഏത് കോഴ്സാണ് 2ാമത് വേണ്ടത് അത് 2ാമത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് കോളേജാണ് 3ാമത് വേണ്ടത് അത് നിങ്ങൾ 3 കൊടുക്കുക. അങ്ങനെ ഓർഡറിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, ചില കോഴ്സ് ഫസ്റ്റ് കൊടുത്തത് കൊണ്ട് കിട്ടണം എന്നില്ല, ചില കോഴ്സ് ലാസ്റ്റിക്ക് കൊടുത്തുകൊണ്ട് കിട്ടാതിരിക്കണം എന്നില്ല. അതുകൂടി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ മാർക്ക് വെച്ച് നിങ്ങൾ കൊടുത്ത ഓപ്ഷനിൽ അർഹത ഉള്ളത് കിട്ടും. നിങ്ങൾക്ക് അതിൽ ഒന്നും അർഹതല്ല. അർഹത പറഞ്ഞാൽ മാർക്കിന്റെ ക്രൈറ്റീരിയ ആണല്ലോ. ഇൻഡെക്സ് മാർക്ക് പ്രകാരം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ ഒന്നും കിട്ടാതിരിക്കാം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ 90% അടിയിൽ മാർക്കുള്ളവര്, 90% +2 അടിയിൽ മാർക്കുള്ളവര് എയ്ഡഡ് ഗവൺമെന്റ് കോളേജിൽ ഫസ്റ്റ് അലോട്ട്മെന്റിലൊക്കെ ലഭിക്കണമെങ്കിൽ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ എനിക്ക് കിട്ടൂല എന്ന് കരുതിയിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചൊന്നും നിൽക്കണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിൾ, നിങ്ങൾക്ക് അഡ്മിഷൻ നിർബന്ധമാണെങ്കിൽ ലാസ്റ്റിക്ക് കുറച്ച് സെൽഫ് ഫിനാൻസിങ് കോളേജ് കൊടുത്തിടുക. ഈ സെൽഫ് ഫിനാൻസിങ് കോളേജ് നിങ്ങൾ പോവൂല, നിങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ കഴിയില്ല, സാധ്യമല്ല, താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് കൊടുക്കും വേണ്ട. ചില വിദ്യാർത്ഥികളൊക്കെ ഓപ്ഷനുകൾ ഞാൻ കണ്ടു, എന്തൊക്കെ രീതിയിൽ ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട് എയ്ഡഡ് ഗവൺമെന്റ് ഒന്നും കൊടുക്കാതെ സെൽഫ് കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റിക്ക് ഉണ്ട് എയ്ഡഡ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഗവൺമെന്റ് എയ്ഡഡ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് വരില്ല. 20ാമത്തെ ഓപ്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്, 1ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെ മാർക്ക് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ആയതാ കിട്ടുക, 1ാമത്തെ ഓപ്ഷനാ കിട്ടുക. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട വസ്തുതയാണ്. ഓക്കെ, ചില വിദ്യാർത്ഥികൾ ഇപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, എനിക്കിപ്പോ 5ാമത്തെ ഓപ്ഷൻ കിട്ടി, ബാക്കിയുള്ള ഓപ്ഷനൊക്കെ ഡിലീറ്റ് ചെയ്ത് പോകില്ല. ഡിലീറ്റ് ചെയ്ത് ഇപ്പൊ പോകില്ല. കാരണം എന്താ?
ഇത് ട്രയൽ അലോട്ട്മെന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് പറയാൻ സാധിക്കുള്ളൂ. ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. ടെൻഷൻ അടിക്കാതെ കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ഇനി കുറേ അഡ്മിഷന്റെ ഘട്ടപ്പൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. 1.5 മാസത്തോളം ഇനിയും നീണ്ടു നിൽക്കുന്ന അഡ്മിഷൻ പ്രക്രിയയാണ് ഉള്ളത്. ആ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.